ദാ ഈ ഒരു സംഭവം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. എല്ലാവരുടെ കണ്ണും അതിലാണ്. എല്ലാവരുടെയും മീൻസ് കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ അതെല്ലാം വെട്ടി പൊളിച്ച് ഞാനിതാ ഇവിടെ കഷ്ണം കഷ്ണമാക്കി എടുക്കുന്നുണ്ട്, കുനുകുനാ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിൽ ആക്കി കഴിഞ്ഞാൽ കറയൊന്നും ഉണ്ടാവില്ല അത്രേ, ഉമ്മ പറഞ്ഞതാണ്. പിന്നെ തേങ്ങ ചിരകി, പിന്നെ ഇതാ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ, കുറച്ച് ജീരകം, ചെറിയ ജീരകം അതൊക്കെ ഇട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കടുക്, ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം ഒന്ന് താളിച്ചെടുത്ത ശേഷം നമ്മുടെ വാഴക്കൂമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചതച്ച തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട്, നാടൻ ഐറ്റംസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരുന്നു ഊണ് എന്ന് നോക്കിയാലോ. നമ്മുടെ റൈസ് പൊന്നിയരിയാണ്. നല്ല ചുടുചുടാ പൊന്നിയരി ചോറിലോട്ട് ഈ ഉപ്പേരി ഒരു സൈഡിലോട്ട് അങ്ങ് വെച്ചു. പിന്നെ മട്ടൻ ഫ്രൈ ആക്കിയതുണ്ടായിരുന്നു, അതും പിന്നെ ഫിഷ് ഫ്രൈയും രസവും, പിന്നെ തൈര് അച്ചാറൊക്കെ വേണമെങ്കിൽ എടുക്കാം. കൂട്ടിക്കൊഴിച്ച് ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.